ഡിവൈഎഫ്ഐ ആലത്തൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു വരുന്ന ഗ്രാമോത്സവം വെള്ളിയാഴ്ച സമാപിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ മാസം ആദ്യവാരം ഫുട്ബോൾ ടൂർണമെന്റോടെയാണ് ഇത്തവണത്തെ ഗ്രാമോത്സവത്തിന് തുടക്കമായത്. തുടർന്ന് വിവിധ ദിവസങ്ങളിലായി ക്രിക്കറ്റ്, ക്യാരംസ്, മിനി മിലിഷ്യ, അണ്ടർ-17 ഫുട്ബോൾ, ചെസ് ടൂർണമെന്റുകളും ചിത്രരചന, പൂക്കളം, കുട്ടികളുടെ വിവിധ കായിക മത്സരങ്ങളും നടന്നു. ഗ്രാമോത്സവത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം വ്യാഴാഴ്ച രാവിലെ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ് ഉദ്ഘാടനം ചെയ്യും. കെ. രാമചന്ദ്രൻ എം.എൽ.എ, പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. വൈകിട്ട് 6-ന് അസ്ത്രഞാറയ്ക്കലിന്റെ വീരനാട്യം അരങ്ങേറും. സമാപന ദിവസമായ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1 മുതൽ ഓണംകളി മത്സരം നടക്കും. യുവധാര കോൾകുന്ന്, ട്യൂൺസ് ഇരിങ്ങാലക്കുട എന്നീ പ്രമുഖ ടീമുകൾ മത്സരത്തിൽ മാറ്റുരയ്ക്കും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ അഖിൽ വേലപ്പറമ്പിൽ, വി വിനീഷ്, എ സിനേഷ്, ആദിത്യ, കെ ആർദ്ര എന്നിവർ പങ്കെടുത്തു. സംയുക്തമായ ആഭിമുഖ്യത്തിൽ ആലത്തൂരിൽ 14ാമത്തെ വർഷമാണ് ഗ്രാമോത്സവം സംഘടിപ്പിക്കുന്നത്. ഇപ്രാവശ്യ ഗ്രാമോത്സവം ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 28 വരെ വിവിധങ്ങളായ കായിക സാംസ്കാരിക പരിപാടികളിലൂടെയാണ് നമ്മൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഓഗസ്റ്റ് 1-ന് ഫുട്ബോൾ ടൂർണമെന്റ്, ഓഗസ്റ്റ് 1 2 ഫുട്ബോൾ ടൂർണമെന്റ്, ഓഗസ്റ്റ് 9 ക്രിക്കറ്റ് ടൂർണമെന്റ്, പിന്നെ ക്യാരംസ് ടൂർണമെന്റ്, ചെസ് ടൂർണമെന്റ്, മിനി മിലിഷ്യ ടൂർണമെന്റ്, ചിത്രരചന മത്സരം, പൂക്കള മത്സരം, ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട്. ഇപ്പൊ ഇന്ന് ചെസ് മത്സരം, പൂക്കള മത്സരം, ചിത്രരചന മത്സരം നടക്കുകയാണ്. ഇനി അതിനുശേഷം 27, 28 2 ദിവസം നമ്മുടെ മെയിൻ പരിപാടി വരുന്നത് 27-ാം തീയതി രാവിലെ കുട്ടികളുടെ കായിക മത്സരങ്ങളും പരിപാടികളൊക്കെ ആയിട്ടും, അതിനുശേഷം ഉച്ച കഴിഞ്ഞ് പൊതുസമ്മേളനവും, അതിനുശേഷം അസ്ത്രഞാറയ്ക്കലിന്റെ വീരനാട്യവും സംഘടിപ്പിക്കുന്നുണ്ട്. പൊതുസമ്മേളനം ഡിവൈഎഫ്ഐയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി, ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ആയ സഖാവ് വി.കെ. സനോജാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. കൂടാതെ അതിനകത്ത് ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറി പി.എൻ. വിഷ്ണു, പറപ്പൂര പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, പിന്നെ പാർട്ടി ലോക്കൽ സെക്രട്ടറി ടി.ആർ. ലാലു ഇവരൊക്കെ പങ്കെടുക്കും. കൂടാതെ അതിനുശേഷം 7 മണി മുതൽ 10 മണി വരെ അസ്ത്രഞാറയ്ക്കലിന്റെ വീരനാട്യം ഉണ്ടായിരിക്കും. അതിനുശേഷം 28-ാം തീയതി ഉച്ചയ്ക്ക് 1 മണി മുതൽ 10 മണി വരെ 2 ടീമുകൾ മാറ്റുരയ്ക്കുന്ന ഗംഭീര ഓണങ്ങളി മത്സരം കൂടി നമ്മൾ സംഘടിപ്പിക്കുന്നത്. യുവധാര കോൾക്കുന്നും ട്യൂൺസ് ഇരിങ്ങാലക്കുടയും പങ്കെടുത്തുകൊണ്ട് ഗംഭീര ഓണങ്ങളി മത്സരം കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ നാട്ടില് ഒരു എന്താ പറയാ, എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ 14ാമത്തെ തവണയാണ് ആലത്തൂരിൽ ഇങ്ങനെ ഗ്രാമോത്സവം സംഘടിപ്പിക്കുന്നത്. അപ്പോ